സുരേഷ് ഗോപി സംസാരിക്കാൻ വേണ്ടി വന്നതോടുകൂടി തന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് വേണ്ടി അവിടെ വായിട്ട് അലച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും കിളി മൊത്തത്തിൽ പാറിയിട്ടുണ്ട്. M സ്വരാജിന് അനുകൂലമായ ഒരു ട്രെൻഡിലേക്ക് മൊത്തത്തിൽ മാറി. അതായത് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും ഒക്കെ എത്രത്തോളമാണെന്ന് നമ്മുടെ സുരേഷ് ഗോപി മനോഹരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തെ പറ്റിയും ആ തൃശൂർ പൂരം നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി എടുത്ത എഫേർട്ടിനെ പറ്റിയും അതുപോലെ തന്നെ മന്ത്രി K രാജൻ എടുത്ത എഫേർട്ടിനെ പറ്റിയും ഒക്കെ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് നമ്മുടെ സുരേഷ് ഗോപി. എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണം കണ്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട്. ഇപ്രാവശ്യം പൂരം വളരെ മനോഹരമായിട്ട് നടന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത്. പക്ഷെ അതിന്റെ പശ്ചാത്തലം എന്താണ്? അത് ഞാൻ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത്. നല്ലതിനെ നമുക്ക് നല്ലതായിട്ടേ കാണാൻ പറ്റൂ. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ് കരിക്കട്ട ദുരന്തം, അതിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ ഈ നാടിന് കിട്ടിയ നന്മ എല്ലാം മറന്ന് പുച്ഛിച്ച് തള്ളാനോ പുലഭ്യം പറയാനോ എന്നെ കൊണ്ടാവില്ല. അങ്ങനെ ഒരു വലിയ ബൃഹത്തായ സമൂഹം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ രാജ്യത്തിന് പുറത്തുണ്ട്. അപ്പം അട്രിബ്യൂഷൻ, നമുക്ക് സമർപ്പണ ബുദ്ധി അതുണ്ടാവണം. പൂരം മനോഹരമായി നടത്തുന്നതിന് മുഖ്യമന്ത്രി നല്ല തീരുമാനങ്ങൾ ചർച്ചകളിലെല്ലാം രാഷ്ട്രീയം മറന്ന് നേരിട്ട് വിളിച്ച് പങ്കെടുക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നൽകണം, എൻ്റെ മുന്നിൽ വെച്ച് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം. ശ്രീരാജൻ അഹോരാത്രം പണിയെടുത്തയാളാണ്. അദ്ദേഹം CPI ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തള്ളി പറയാനൊക്കത്തില്ല. അതാ പറഞ്ഞ വ്യക്തികളുണ്ട്, ആ വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ആ വ്യക്തികൾ നമുക്ക് ഉപകരിക്കപ്പെടണം. ഉത്തരവാദിത്വമാണ്. പക്ഷെ എങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ലേ ഒരു വോട്ട് ചെയ്യുമ്പോൾ, ഇതെനിക്ക് ഉപകരിക്കപ്പെടണം. സത്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇടതുപക്ഷം അത് ഹൃദയപക്ഷമാണ് എന്ന് തന്നെയല്ലേ? ഇടതുപക്ഷം തന്നെ ഇവിടെ തുടർഭരണത്തിൽ വരട്ടെ എന്ന് തന്നെയല്ലേ? നിലമ്പൂരിൽ ഒരുപക്ഷെ M സ്വരാജ് തന്നെ ജയിച്ചു വരട്ടെ, വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ഇത്തരത്തിലുള്ള ഭരണം എന്തായാലും ഈ പറയുന്ന നിലമ്പൂരിലും നല്ല രീതിയിൽ തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണങ്ങളെല്ലാം തന്നെ തുടരും എന്ന് തന്നെയല്ലേ സുരേഷ് ഗോപി പറയുന്നത് എന്നാണ് നമുക്കിത് കേൾക്കാൻ നേരത്ത് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും. എങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കാതിരിക്കും? അതായത് ഈ സംസ്ഥാനത്തെ എല്ലാ രീതിയിലും കേന്ദ്ര സർക്കാർ ചവിട്ടിത്താഴ്ത്താൻ ശ്രമം നടത്തുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് രാജ്യത്ത് എല്ലാ മേഖലയിലും ഈ നാട് ഒന്നാമതല്ലേ. എങ്ങനെയാണ് അങ്ങനെ ഒന്നാമതാകുന്ന ഒരു നിലയിലേക്ക് മാറിയത്? അതൊരു സർക്കാരിന്റെ ഇച്ഛാശക്തിയും ഒരു ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഒക്കെ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സുരേഷ് ഗോപിയും അനുഭവിച്ചറിയുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ടല്ലോ. കാരണം കേരളത്തിന് വേണ്ടി ഒരു അക്ഷരം വേണ്ടില്ലെങ്കിലും, കേരളത്തിന് അനുകൂലമായ ഒരു രീതിയിലുള്ള നിലപാടും അദ്ദേഹം ഈ പറയുന്ന ലോകസഭയിൽ എടുക്കില്ലെങ്കിലും അയാൾക്കറിയാം ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അത് എത്ര വലുതാണെന്ന്. നോക്കൂ, വയനാട്ടിലെ ദുരന്ത ബാധിതരെ ഇപ്പൊ സഹായിക്കാമെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയും ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ പല നേതാക്കളും വരുന്നുണ്ടല്ലോ. അവർ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടല്ലോ, പല കഥകൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. നമ്മളെ സഹായിച്ചോ? ഇല്ല. അങ്ങനെ സഹായിക്കാതെ മുഖം തിരിച്ചിരുന്ന സമയത്ത് പോലും ആ ദുരന്ത ബാധിതരെ അങ്ങ് താങ്ങി നിർത്തിക്കൊണ്ട് അവർക്കൊരു കരുതലായി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്നേ. അതൊക്കെ സുരേഷ് ഗോപിക്ക് അറിയാവുന്ന ഒരു കഥ കൂടിയാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി ഉള്ളിനുള്ളിൽ നിന്ന് തന്നെയാകാം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതാണ് മുഖ്യമന്ത്രി. അല്ലാതെ രാജീവ് ചന്ദ്രശേഖരന്റെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു നടക്കുന്നത് പോലെയല്ല എന്ന് അദ്ദേഹത്തിനോട് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യും സുരേഷ് ഗോപി എന്തായാലും സങ്കടപ്പെടണ്ട. സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ എന്തായാലും അവിടെ ചർച്ച ചെയ്യപ്പെടും. ചർച്ച ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ സ്വരാജ് തന്നെ സഭയിലേക്ക് പോകട്ടെ എന്ന തീരുമാനം എടുക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും സുരേഷ് ഗോപി ആ കാര്യത്തിൽ പേടിക്കണ്ട. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഇന്ന് നിലമ്പൂരിന്റെ മണ്ണിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോസ്റ്ററുകളാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രാസംഗിച്ച അദ്ദേഹം സൂചിപ്പിച്ചു, അവരുടെ മുദ്രാവാക്യം വികസനം തുടരും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിലമ്പൂരിനെ കുറിച്ച് അറിയാൻ മേലാത്ത ഈ നാട്ടിലേക്ക് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വന്നിരിക്കുന്നവർക്ക് ആ മുദ്രാവാക്യത്തിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന നിലമ്പൂരിൻ്റെ മണ്ണിൽ നടന്നിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള നിലമ്പൂരിൻ്റെ ജനതയ്ക്ക്
അത് കളിയാക്കുന്നതായേ തോന്നൂ എന്ന് എനിക്ക് തോന്നി. 35 വർഷത്തെ വികസന മുരടിപ്പിൽ നിന്നും കഴിഞ്ഞ 9 വർഷത്തെ LDF ഭരണത്തിൽ 1800 കോടി രൂപയുടെ പദ്ധതികളാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന് അനുവദിച്ചത്. പശ്ചാത്തല സേവന മേഖലകൾക്കെല്ലാം മികവേറുന്ന കാഴ്ച. 15.25 കോടി രൂപ ചെലവിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. 23 സർക്കാർ വിദ്യാലയങ്ങൾ 41.31 കോടി രൂപ ചെലവിൽ മികവിലേക്ക് ഉയരുന്നു. വനാന്തരങ്ങളിലെ പ്രധാന ഗോത്ര നഗറുകളിൽ 4.92 കോടി രൂപ ചെലവിൽ വൈദ്യുതി എത്തി. കായിക പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് നിലമ്പൂർ മാനവേദൻ സ്കൂളില് മിനി സ്റ്റേഡിയവും എത്തി. നിലമ്പൂർ ITI ഹോസ്റ്റലുകൾ, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി, നേത്രരോഗ ഡയാലിസിസ് വിഭാഗം എന്നിവിടങ്ങളിൽ സൗകര്യമൊരുക്കി. ബ്ലഡ് ബാങ്ക് കെട്ടിടം പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുകയാണ്. തീർന്നില്ലല്ലോ, ഇനിയും എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്. 290 കോടി രൂപ ചെലവിൽ 23 റോഡുകൾ നിർമ്മിച്ചു. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ജൽജീവൻ മിഷൻ പദ്ധതി 699.34 കോടി രൂപ ചെലവഴിച്ചു. 81.80 കോടി രൂപ ചെലവഴിച്ച് 10 പ്രധാന പാലങ്ങൾ നിർമ്മിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പൈലറ്റ് പദ്ധതിയായ മലയോര ഹൈവേ നിർമ്മാണത്തിന് 165 കോടി രൂപ അനുവദിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ 2323 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4496 കുടുംബങ്ങൾക്ക് 7,55,36,300 രൂപ അനുവദിച്ചിട്ടുണ്ട്. പ്രളയ ദുരന്തത്തിൽപ്പെട്ടവർക്ക് 154.76 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന വികസന പദ്ധതികൾക്കായി 39.80 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 16 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. നിലമ്പൂർ കനോലി ബയോ പാർക്ക് ടൂറിസം ഹബ്ബ് ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2 കോടി രൂപ ചെലവിട്ടാണ് ഈ ടൂറിസം പ്രൊജക്ട് നടപ്പിലാക്കുന്നത്. ദേശീയ നിലവാരത്തിൽ 16 കോടി CSR ഫണ്ട് ഉപയോഗിച്ച് ചന്തക്കുന്ന് നെടുങ്കയം റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലമ്പൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം നവീകരിച്ചു. അതുപോലെ തന്നെ ഗോത്ര മേഖലയിൽ ഉൾപ്പെടെ 800-ലധികം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയിട്ടുണ്ട്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് 227.18 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉയർത്തിക്കാട്ടാനാകും. ഇവിടെയാണ് ഷോൺ ജോർജ് പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. ഈ ഒരു ഭരണം അവിടെ തുടരുക തന്നെ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മിസ്റ്റർ ഷോൺ. എന്തായാലും ഷോണിനെ സംബന്ധിച്ച് ഇവിടേക്ക് ഇരുന്ന് ഇങ്ങനെ കുറെ ഗീർവാണം അടിക്കാൻ പറ്റും കേട്ടോ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഷോണിന്റെ അപ്പൻ, അതായത് PC ജോർജ്, ഈ ജനതയെ സംബന്ധിച്ച്, ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന്. മുസ്ലിം വിഭാഗത്തെ പറ്റി ഷോണിന്റെ അപ്പം പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയായിരുന്നു: ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ജീവിച്ചിരിക്കുന്ന മുസ്ലിമുകളൊക്കെ എല്ലാവരും തന്നെ വർഗീയവാദിയാണ്. ഇന്ന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മുസ്ലിം ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞത് ഷോണിന്റെ അപ്പനാണ്. പിന്നെ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള വർഗീയതകളൊന്നും ഞാനിവിടെ വിളമ്പിയ ചിലപ്പോൾ ഷോൺ നാണം കെട്ടുപോകും. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം, അതായത് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതാണല്ലോ സംഘപരിവാറിന്റെ BJPയുടെ അജണ്ട എന്ന് പറയുന്നത്. വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 9-ലധികം ആളുകൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഷോൺ ജോർജ് പറയുന്നുണ്ട്. ഷോണിന് കണ്ണടച്ചാൽ ഷോണിന് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ. ഈ നിയമം ആരാണ് ഭേദഗതി ചെയ്യേണ്ടത്? ആരാണ് ഈ മരണങ്ങൾക്ക് ഉത്തരവാദി? കേന്ദ്രമല്ലേ? ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടാത്ത UDF അല്ലേ? അങ്ങനെ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആണല്ലോ അത് കൊണ്ടുവന്നത്. അവരുടെ രാഷ്ട്രീയം പേറി നടക്കുന്ന ആളുകളല്ലേ? എന്തുകൊണ്ടാണ് ആ വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം സംസാരിക്കുന്നത്? സ്വരാജിനെ നിങ്ങൾക്ക് പേടിയാണ്, അതാണ് സത്യം. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ് വോട്ട് മേടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ വോട്ട് മേടിച്ചത് ആരാണ്? നിങ്ങളുടെ നേതാവല്ലേ, സുരേഷ് ഗോപി അല്ലേ? അവിടെ സുരേഷ് ഗോപി ഇരിക്കുന്നുണ്ട്. ആ ഡയലോഗ് കേട്ടിട്ട് പുള്ളി തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കേരള ജനതയ്ക്കും മുനമ്പത്തിനും കാവലായി കേരളത്തിന്റെ 2 MPമാർ ശ്രീ ജോർജ് കുര്യനും ശ്രീ സുരേഷ് ഗോപിയും രാപകലില്ലാതെ ആ വഖഫ് നിയമം പാസ്സാക്കാൻ നമ്മുടെ മുമ്പിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കത് പറയാതെ പോകാൻ കഴിയില്ല. വഖഫ് നിയമത്തെ പറ്റി പറഞ്ഞത് നന്നായി. വഖഫ് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങളാണ്. അങ്ങനെ പറഞ്ഞത് നിങ്ങളാണ് അവരെ പറ്റിച്ചത്. മാത്രമല്ല, എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത്? കിരൺ റിജിജുവോടെ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരു നിയമം ഭേദഗതി ചെയ്തുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുക തന്നെ വേണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ആ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട സമര സമിതിയിലുള്ള കുറെ ആളുകളെ BJPയിൽ ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം അവർ സത്യം മനസ്സിലായപ്പോൾ ഇട്ടിട്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പല രീതിയിൽ ആക്രമിച്ച കഥകളൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 കൂട്ടരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയുള്ള ചെന്നായ്ക്കളുടെ പരിപാടിയായിരുന്നു ഇവിടെ പൊളിഞ്ഞു വീണത്. മാത്രമല്ല, നമ്മുടെ കേരളത്തിന് പുറത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. മണിപ്പൂരിൽ എന്താണ് അവസ്ഥ? മണിപ്പൂരിലെ പള്ളികൾ തല്ലി തകർക്കുന്നു, വൈദികരെ ആക്രമിക്കുന്നു,
അവിടെയൊക്കെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ക്രൈസ്തവ സ്നേഹം ഒന്ന് വാരി വിതറുകയാണ്. അവിടെയും നമ്മൾ വർഗീയവാദികളാണ്. നമ്മൾ ചെയ്തതാണ് തെറ്റ്. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂരില് നേതൃത്വം കൊടുത്തതാരാ? ഓപ്പറേഷൻ സിന്ദൂരിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂരിന് നേതൃത്വം കൊടുത്തത് അതിന്റെ പത്രസമ്മേളനം പിടിച്ച് പാകിസ്ഥാനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി വിശദീകരിച്ചുകൊണ്ട് സോഫിയ ഖുറേഷി രംഗത്ത് വന്നപ്പോൾ ഇവന്മാർക്ക് സഹിച്ചില്ല. ഇവന്മാർക്ക് അവിടെയും വർഗീയത. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് ഇന്ത്യയുടെ എത്ര ഫ്ലൈറ്റ് പോയെന്നാ. പിന്നെ സോഫിയ ഖുറേഷിയെ പറ്റി പറഞ്ഞത് നന്നായി ഷോണെ. അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. സോഫിയ ഖുറേഷിക്കെതിരെ വർഗീയ പരാമർശം നടത്തിയത് ആരാണ്? നടത്തിയത് നിങ്ങളുടെ മധ്യപ്രദേശിലെ മന്ത്രിയാണ്, വിജയ് ഷായാണ് നടത്തിയത്. എന്തായാലും എന്നിട്ട് ഇവിടെ വന്ന് അതൊക്കെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല, ഇതെല്ലാം പറഞ്ഞത് ആരാണ്? മറ്റുള്ളവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളിലെ കള്ളന്മാരെ നന്നായി, നിങ്ങളിലെ മുന്നമാരെ നന്നായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.